വെൽക്കം ടു V2 Mads. എന്തുട്ടായി കാണുന്നേ? ഇതാണ് നോർത്ത് ഇന്ത്യക്കാരുടെ പക്കോട. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം നമ്മളതിന് വേണ്ടി ഒരു ഉരുളൻകിഴങ്ങ് പീൽ ചെയ്ത് അതിനെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തു. പിന്നെ ഒരു സവാള ഇങ്ങനെ വട്ടത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തു. പിന്നെ 3 പീസ് ബ്രെഡ് ഇങ്ങനെ കോർണർ ടു കോർണർ കട്ട് ചെയ്തെടുത്തു. പിന്നെ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് കടലമാവാണ്. പിന്നെ അതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക്, പിന്നെ മല്ലിയില അതിട്ടു. ഇനി കുറച്ച് കുരുമുളക് പൊടി, ജീരകത്തിൻ്റെ പൊടി, അയമോദകം, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കായപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. ഒരു നല്ല തിക്കായിട്ടുള്ള ബാറ്റർ. ഇനി അതിൽ എണ്ണയിൽ ഇതിനെല്ലാത്തിനും മുക്കി പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് ബ്രെഡ് പക്കോട. അപ്പോൾ ആദ്യം നമ്മൾ ബ്രെഡാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അത് ബ്രെഡ് പക്കോട. അതുപോലെ എല്ലാ ഐറ്റംസും നമുക്ക് ഇങ്ങനെ പക്കോട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാ വെജിറ്റബിൾസും മിക്സ് ചെയ്തിട്ട് നമുക്കിങ്ങനെ പക്കോട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാണ് ഉരുളൻകിഴങ്ങ് ഞാൻ കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ. അപ്പോൾ അതും ഇതേപോലെ തന്നെ മുക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും. നോർത്ത് ഇന്ത്യക്കാരുടെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് പക്കോട. ഏതൊരു ഫങ്ഷൻ ഉണ്ടെങ്കിലും അതിൽ ഒരു പക്കോട ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പിയാണ്. ഏത് വെജിറ്റബിൾസ് എന്ന് വെച്ചാൽ കോളിഫ്ലവറിൻ്റെ ഒക്കെ നമ്മൾ ഉണ്ടാക്കും ഇങ്ങനെ. അപ്പോൾ ഇതാണ് നമ്മൾ സവോളയുടെയാണ് ഇപ്പോൾ ഇടുന്നത്. സവോളയും നല്ല ടേസ്റ്റാണ്. സവോളയുടെ പക്കോട നല്ല ടേസ്റ്റാണ്. പാലക്കിൻ്റെ ഇലയും ഇതിൽ മുക്കി ഇങ്ങനെ പൊരിക്കും. അപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ട് എനിക്കതൊന്നും കിട്ടിയില്ല, കോളിഫ്ലവറൊന്നും. അല്ലെങ്കിൽ അതും കൂടി കാണിച്ചാൽ. അതുപോലെ നമ്മളുടെ കയ്യിലുള്ള എല്ലാ വെജിറ്റബിൾസും ഇങ്ങനെ മുക്കി പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പക്കോട റെഡി. ഇനി അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ പച്ചമുളക് കടിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പം നമുക്കൊരു 5-6 പച്ചമുളക് കൂടി ഇങ്ങനെ വറുത്തെടുക്കാം. കുറേ എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ അതൊരു ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതാണ് നോർത്ത് ഇന്ത്യക്കാരുടെ പക്കോട കേട്ടോ. നിങ്ങളും മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതേ ഇത് മുളകിൻ്റെ പക്കോട, ഇത് ഉരുളൻകിഴങ്ങിൻ്റെ പക്കോട, ഇത് സവാളയുടെ പക്കോട, മറ്റേത് ബ്രെഡിൻ്റെ പക്കോട. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.